ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിൽ 11 മുതൽ 15 വരെയുള്ള ശ്ലോകം നോക്കാം. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈഃ ഇന്ദ്രിയൈഃ അപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ, കായം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ കേവലൈഹി ഇന്ദ്രിയൈഹി അഭി, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും യോഗിനഃ കർമ്മ കുർവന്തി, യോഗികൾ കർമ്മം ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? സംഘം തെക്ത്വാ ആത്മശുദ്ധയേ. ആ കർമ്മഫലത്തോടുള്ള സംഘം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മശുദ്ധിക്കായിക്കൊണ്ട് യോഗികൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരു ലൗകികനായിരിക്കുന്ന ആൾ ഏത് പ്രകാരത്തിൽ കർമ്മം അനുഷ്ഠിക്കുമോ അവിടെ അയാൾക്ക് കർമ്മഫലത്തോട് പൂർണ്ണമായും ആസക്തി ഉണ്ടാകും. പക്ഷേ അതേ രീതിയിൽ തന്നെ ഒരു യോഗി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായും ആസക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുന്നു. യോഗിയും ലൗകികനും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണ്. ലൗകികന്മാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും തനിക്ക് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ബന്ധുജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള താല്പര്യത്തോടു കൂടിയായിരിക്കും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതേസമയം ഒരു യോഗിയാവട്ടെ എല്ലാ കർമ്മങ്ങളെയും മറ്റുള്ളവരുടെ ഹിതത്തിനായി സങ്കല്പിച്ചുകൊണ്ട് ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നതായി വിചാരിക്കുന്നു. അവിടെ ഏതെങ്കിലും കർമ്മത്തിൻ്റെ ഫലം തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കാതെ നിഷ്കാമകർമ്മം ചെയ്യുന്ന ആ യോഗിയാണ് പരമപദ പ്രാപ്തിക്ക് അനുയോജ്യനായി ഭവിക്കുക. ഒരു ഗൃഹസ്ഥനായാലും അയാൾക്ക് ഈ യോഗമാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് തന്നെയാണ്. താൻ അനുഷ്ഠിക്കുന്ന ആ കർമ്മങ്ങളിലെല്ലാം തൻ്റെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളുടെ ആവശ്യത്തിന് എന്നത് മാറ്റി നിർത്തി ആ സങ്കല്പത്തിൽ പകരം ഭഗവാനെ പ്രതിഷ്ഠിച്ചാൽ ആ കർമ്മങ്ങൾ നിഷ്കാമകർമ്മമാകും. അത് ഒട്ടും വൈകാതെ തന്നെ പരമപദ പ്രാപ്തിക്ക് ആ ലൗകികനെ യോഗ്യനാക്കുകയും ചെയ്യും. നിരന്തരമായ കർമാനുഷ്ഠാനത്തിലൂടെ തന്നെയാണ് ഒരു ലൗകികന് അതിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ബോധം വരുന്നത്. എപ്പോഴാണോ അപ്രകാരമുള്ള ആ ബോധ്യം അല്ലെങ്കിൽ വിരക്തി, കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മഫലത്തോടുള്ള വിരക്തി ഉണ്ടാകുന്നത്, അപ്പോഴാണ് അയാൾ യോഗമാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യനായി തീരുന്നത്. പിന്നീട് അയാളുടെ മാർഗത്തിൽ ഒട്ടും താമസിയാതെ തന്നെ പരമപദ പ്രാപ്തിക്കുള്ള വഴി തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. യാതൊരു കർമ്മങ്ങളും അനുഷ്ഠിക്കാതെ തമോ ഗുണപ്രധാനികളായിട്ട് സദാസമയവും ഉറക്കത്തെ അല്ലെങ്കിൽ മടിയെ അവലംബിച്ചിരിക്കുന്ന ആളുകളാകട്ടെ അവർക്ക് കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് തന്നെ വളരെ വിദൂരമാണെന്നിരിക്കെ പരമപദ പ്രാപ്തി സങ്കല്പത്തിൽ പോലും സാധ്യമാകുന്നതല്ല എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച്
ആ കർമ്മഫലത്തോടുള്ള ആസക്തി ഒഴിഞ്ഞ് പൂർണ്ണമായി നിഷ്കാമ കർമ്മത്തിലേക്ക് എത്തുമ്പോഴാണ് പരമോദപ്രാപ്തിക്കായിട്ടുള്ള യോഗ്യത നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട എന്ന് ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല. കർമ്മം അനുഷ്ഠിക്കണം, പക്ഷേ കർമ്മഫലത്തോടുകൂടി ഉള്ള ആസക്തി പൂർണ്ണമായും ഉപേക്ഷിക്കണം. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തഃ നിബധ്യതേ. യുക്ത യോഗിയായിരിക്കുന്ന ഒരാൾ കർമ്മഫലം ത്യക്ത്വാ കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്ന ആ യോഗി ശാന്തിം ആപ്നോതി നൈഷ്ഠികീം ആ നിഷ്ഠയിൽ നിന്ന് ലഭിക്കുന്നതായ ശാന്തിയെ പ്രാപിക്കുന്നു. അയുക്ത കാമകാരേണ യോഗയുക്ത ഉള്ള അല്ലെങ്കിൽ യോഗയുക്തനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കാമനകളുടെയൊക്കെ പ്രേരണ മൂലം ഫലേ സക്ത കർമ്മഫലത്തോട് ആസക്തിയുള്ളവനായി തീർന്നിട്ട് നിബധ്യതയെ ബന്ധിക്കപ്പെടുന്നു. ആദ്യം പറഞ്ഞയാൾ ഒരു യോഗി പൂർണ്ണമായും കർമ്മഫലം ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കുമ്പോൾ അയാൾ ആ നിഷ്ഠയിൽ നിന്നുണ്ടാകുന്ന ശാന്തിയെ പ്രാപിക്കുന്നു. അതേസമയം യോഗയുക്തനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതേത് ആഗ്രഹങ്ങളോട് കൂടിയാണോ ആ കർമ്മം അനുഷ്ഠിക്കുന്നത് ആ ആഗ്രഹങ്ങളുടെ പ്രേരണ നിമിത്തം കർമ്മഫലത്തോടുള്ള ആസക്തി ഉണ്ടാകുന്നതും അതോടുകൂടി അയാൾ ബന്ധനസ്ഥനാവുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞയാൾക്ക് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കർമ്മഫലത്തോട് യാതൊരു ബന്ധവും ഇല്ലാതാകുന്നു എന്നിരിക്കെ ലൗകികനായ രണ്ടാമത്തെ ആൾ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ എല്ലാം പുണ്യപാപങ്ങളും അനുഭവിക്കാൻ ബാധ്യസ്ഥനായിത്തീരുന്നു. ഏതൊരു കർമ്മവും ഈശ്വര സങ്കല്പത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ഇത് സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ്റെ എല്ലാ സ്ഫുലിംഗങ്ങളായിരിക്കുന്ന ചരാചരങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങളൊന്നും കർത്താവിനെ ബാധിക്കുന്നില്ല. മറിച്ചായാൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് എന്നുള്ള ധാരണയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നുള്ള പുണ്യപാപങ്ങളൊക്കെ കർത്താവിന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതിൽ ബദ്ധനായിത്തീരുന്നു. ഇവിടെയാണ് രത്നാകരൻ്റെ കഥ വീണ്ടും വീണ്ടും നമ്മൾ അനുസ്മരിക്കുന്നത്. രത്നാകരൻ നിത്യവും വഴിപോക്കരോട് അവരുടെ ധാന്യാദികളൊക്കെ പിടിച്ചു പറിച്ച് ജീവിക്കുന്നയാളായിരുന്നു. അത് സ്വന്തം ഭാര്യയെയും കുട്ടികളെയും പോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിർവഹിച്ചിരുന്നത്. അയാൾക്ക് മറ്റ് ജോലികളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ആ പിടിച്ചുപറിയിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളെ ഈ കർത്താവ് മാത്രമാണ് ഭുജിക്കേണ്ടത് എന്നാണ് സപ്തർഷികൾ ഉപദേശിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ പത്നിയിൽ നിന്ന് ഈ ഉപദേശം ലഭിക്കാൻ കാരണക്കാരായത് സപ്തർഷികളാണ്. അപ്പോഴാണ് രത്നാകരൻ്റെ മനോമുകുരത്തിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ കർമ്മഫലത്തെക്കുറിച്ചുള്ള ബോധം തന്നെ ഉദിക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ധാരാളം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരവസരത്തിൽ ആരെങ്കിലും ഒരാൾ നമ്മളിൽ ഇതുമാതിരി ഒരു സ്ഫുലിംഗം മനസ്സിലേക്ക് എറിഞ്ഞു തരും. അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കാരണവും ആയേക്കാം.
അതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. സജ്ജനങ്ങളോടുകൂടി ഇടപഴകുമ്പോൾ ലഭ്യമാകുന്ന ആ സ്ഫുലിംഗം അല്ലെങ്കിൽ സ്പാർക്ക്, അത് നമ്മളെ ഈശ്വര പദധ്യാനത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തിൽ സ്ഥായിയായ ഒരു ഭാവവും നമുക്ക് സന്തോഷം തരുന്നതല്ല. ഏതേത് പ്രകൃതി വസ്തുക്കൾ നമുക്ക് ലഭിച്ചാലും ലഭിക്കുന്ന ആനന്ദം കേവലം പരിമിതം മാത്രമാണ്. സങ്കല്പിച്ച് നോക്കിയാൽ ഏതൊരു വസ്തുവിനാണ് നമ്മളെ സ്ഥിരമായി ആനന്ദിപ്പിക്കാൻ കഴിയുക? ഒരു വസ്തുക്കളുമില്ല. എല്ലാ വസ്തുക്കൾക്കും അല്പസമയം നമ്മളുടെ മനസ്സിന് സന്തോഷം തരാമെന്നല്ലാതെ സ്ഥിരമായിട്ട് സന്തോഷം തരാൻ ആ ഈശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നാരായണീയത്തിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്നെല്ലാം പറഞ്ഞു. സാന്ദ്രമായ ആനന്ദം, ഇങ്ങനെ ധാരമുറിയാതെ ഒഴുകുന്നതായ ആ ആനന്ദം, അത് ഈശ്വരൻ മാത്രമാണ് എന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നത്. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമാണി മനസാ സന്യസ്യ ആസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി ന ഏവ കുർവൻ ന കാരയൻ. സർവകർമാണി, എല്ലാ കർമ്മങ്ങളെയും, മനസ സന്യസ്യ, മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട്, ആസ്തേ സുഖം വശി, സുഖമായിട്ട് ഇരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? നവദ്വാരേ പുരേ ദേഹി, ആ 9 ദ്വാരങ്ങൾ ഉള്ളതായ ഈ ശരീരത്തിൽ ആ ജീവാത്മാവ് അധിവസിക്കുന്നു. ന ഏവ കുർവൻ ന കാരയൻ, യാതൊന്നും ചെയ്യുന്നില്ല, യാതൊന്നും ചെയ്യിക്കുന്നില്ല എന്ന ഭാവത്തോടു കൂടി ആ ദേഹി ദേഹത്തിൽ ഇരിക്കുന്നു എന്നാണ്. ഈ ദേഹത്തിൽ ഇരിക്കുന്ന ജീവാത്മാവ് 9 ദ്വാരങ്ങളോടുകൂടിയ ശരീരത്തിലാണ് കുടികൊള്ളുന്നത്. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോഴും മനസ്സുകൊണ്ട് കർമ്മഫലങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചവനായിട്ട്, എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യിക്കുന്നില്ല എന്നുള്ള ഭാവനയിൽ ഉറച്ചിരിക്കുന്നു. ഇപ്രകാരം ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ സ്വാധീനമാക്കിയിട്ടുള്ള ആ ജിതേന്ദ്രിയൻ സകല കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് 9 ദ്വാരങ്ങളുള്ള പുരം അല്ലെങ്കിൽ ഈ ശരീരത്തിൽ യാതൊരു കർമ്മവും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നതായിട്ട്, വളരെ സ്വസ്ഥമായി സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അതേസമയം കർമ്മഫലങ്ങളോടുകൂടി ആസക്തി ഉണ്ട് എന്ന് വന്നാൽ അവിടെ ആ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യിക്കുന്നു എന്നുള്ള ബോധമാണ് വരുത്തുക. ഇവിടെ മനസ്സുകൊണ്ട് പൂർണ്ണമായും കർമ്മഫലത്തെ ത്യജിച്ചിരിക്കുന്നതിനാൽ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യിക്കുന്നുമില്ല എന്നുള്ള ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് കർമ്മത്തിൻ്റെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇപ്രകാരം ചിന്തിക്കുക പ്രയാസമാണ്. വളരെ കാലം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അത് നിഷ്കാമ കർമ്മമായി അനുഷ്ഠാനമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു കർത്താവിന് കർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിനോടൊന്നും യാതൊരു വിധത്തിലുള്ള ആസക്തിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്രകാരം ജിതേന്ദ്രിയനായി ഭവിക്കാനും അതിൻ്റേതായ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും ഒക്കെ സാധിക്കുന്നത്.
സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ ന കാരയൻ ന കർത്തൃത്വം ന കർമാണി ലോകസ്യാസൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവഃ തു പ്രവർത്തതേ. ന കർത്തൃത്വം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവവും ഉണ്ടാക്കുന്നില്ല. ന കർമാണി, കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. ലോകസ്യ സൃജതി പ്രഭു, ഈ പ്രഭു ആവട്ടെ, ഈശ്വരനാവട്ടെ, ലോകത്തിന് കർത്തൃത്വത്തെയോ കർമ്മങ്ങളെയോ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ന കർമ്മഫല സംയോഗം, ഈ കർമ്മഫലത്തോടുള്ള ആസക്തിയെയും ഭഗവാൻ സൃഷ്ടിക്കുന്നില്ല. സ്വഭാവഃ തു പ്രവർത്തതേ, അവിടെ പ്രവർത്തിക്കുന്നത് സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതി മാത്രമാകുന്നു. ഒരു ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവ് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ കർമ്മങ്ങൾ ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നു. ഈശ്വരനായിട്ട് യാതൊരു കർമ്മവും ചെയ്യുന്നില്ല എങ്കിലും ഈ ജീവാത്മാവായി ഒരു ശരീരത്തിൽ ഇരിക്കുന്ന ആ ചൈതന്യം ആ ശരീരത്തിൻ്റെ അംഗോപാംഗങ്ങളെ കൊണ്ടെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അവിടെ കർമ്മഫലങ്ങളെ സദാസമയവും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ അവർ ബദ്ധനായിത്തീരുന്നു, അല്ലെങ്കിൽ ബന്ധനസ്ഥരാകുന്നു. എന്നാൽ ഈ കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെയാണ് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അവർ മുക്തരായും ഭവിക്കുന്നു. ഈ ബന്ധവും മോക്ഷവും എന്ന് പറയുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഏതൊരാളാണോ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് അവരാണ് ബന്ധനസ്ഥരാകുന്നത്. അതേസമയം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രകൃതിക്ക് അനുരൂപമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് ശരീരമാണ് എന്നുള്ള ബോധത്തോടുകൂടിയിരിക്കുന്ന ജീവാത്മാവട്ടെ ആ മുക്താവസ്ഥയെ പ്രാപിക്കുവാൻ യോഗ്യരും ആയിത്തീരുന്നു. സദാസമയവും ഈ കർമ്മഫലത്തെ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഒട്ടും ആസക്തിയില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് യോഗമാർഗത്തിലേക്ക് എത്തുവാനും അതുവഴി പരമപദം പ്രാപിക്കുവാനും സാധിക്കുക എന്നും ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഉപദേശിക്കുന്നു. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ന ആദത്തെ കസ്യചിത് പാപം ന ച ഏവ സുകൃതം വിഭുഃ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ന ആദത്തെ കസ്യചിത് പാപം, ഈ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ് ന ആദത്തെ കസ്യചിത് പാപം, ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല. ന ച ഏവ സുകൃതം വിഭുഃ, ആരുടെയും പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. അജ്ഞാനേന ആവൃതം ജ്ഞാനം, ജ്ഞാനം എന്ന് പറയുന്ന സദ്വസ്തു അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ തേന, അതുകൊണ്ട് ഈ അജ്ഞാനത്താൽ ജന്തവഃ മുഹ്യന്തി, ജന്തുക്കൾ മോഹിതരായിത്തീരുന്നു. നമ്മുടെ എല്ലാം ശരീരത്തിൽ ഇരിക്കുന്ന ഈ ജീവാത്മാവ് ഈശ്വരാംശം തന്നെയാണ്. അത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ മോഹവലയത്തിൽ പെടുത്തുന്നതിനാൽ നമുക്ക് വാസ്തവം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു.
ഉദാഹരണമായിട്ട് ഒരു ദീപം തെളിച്ച് താഴെ വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മേശപ്പുറത്ത് വച്ചിരിക്കുന്നു എന്ന് കരുതുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു പാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു എന്നും കരുതുക. അപ്പോൾ നമ്മളുടെ ദൃഷ്ടിക്ക് ഒരിക്കലും ഈ പാത്രത്തിൻ്റെ മറവ് കാരണം ദീപം അനുഭവവേദ്യമാവുകയില്ല. എന്നാൽ ഈ പാത്രത്തിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ആ ദീപം നമുക്ക് കാണാൻ കഴിയും. ഇപ്രകാരം ദീപം എന്നത് എപ്പോഴും അറിവിനെ സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറിക്കിട്ടുമ്പോൾ ആ അറിവ് നമുക്ക് നേടാൻ കഴിയുന്നതായും മനസ്സിലാക്കിയെടുക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവ്. അതിനെ മൂടിയിരിക്കുന്നത് ഈ ശരീരമാണ്. അപ്പോൾ ശരീരമാകുന്ന ഈ തടസ്സം എപ്പോഴാണോ ഭേദിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് ആ പരമാത്മാ ചൈതന്യവുമായി ഒന്നാകാൻ കഴിയുക. അല്ലെങ്കിൽ ആ ശരീരബോധം ഇല്ലാതാകുമ്പോഴാണ് ആ പരമാത്മ ചൈതന്യത്തോട് യോജിക്കാൻ കഴിയുന്നത്. ശരീരം പഞ്ചഭൂതാത്മകമാണ്, ജഡവസ്തുവാണ്. അതിലിരുന്നു കൊണ്ട് ഈ ജീവാത്മാവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്തതുമാണ്. അപ്പോൾ ഞാൻ എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടേണ്ടത് തീർച്ചയായും ഈ ജീവാത്മാവ് തന്നെയാണ്. പക്ഷേ ലൗകികമായ രീതിയിൽ നമ്മളെല്ലാം വ്യവഹരിക്കുമ്പോൾ ഈ ഞാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ വീട്, ഈ വീട് ജീവാത്മാവിനെ സംബന്ധിക്കുന്നതാണോ? ശരീരത്തെ സംബന്ധിക്കുന്നതാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കാർ, എൻ്റെ ജോലി, ഇതെല്ലാം ശരീരസംബന്ധികളാണ്. ഈ ശരീരം ഇല്ല എങ്കിൽ അവിടെയൊന്നും ഈ ജീവാത്മാവിന് ഈ പറഞ്ഞ വസ്തുക്കളുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. ഭാഗവതത്തിൽ ഒരു കുട്ടി അത് തൻ്റെ അച്ഛനമ്മമാരാൽ വിയോഗം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിൻ്റെ ജീവാത്മാവിനോട് നാരദർ ചെന്ന് പറയുന്നുണ്ട്, ആ ശരീരത്തിൽ ഇരുന്ന് ആ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ജീവാത്മാവ് ചോദിക്കുന്നുണ്ട്, എനിക്ക് അനേകം ജന്മങ്ങളുണ്ടായിരുന്നു, അതിലെല്ലാം അച്ഛനമ്മമാരുണ്ടായിരുന്നു, ഇതിൽ ഏത് അച്ഛനാണ് ഏത് അമ്മയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ശരീരത്തെ സംബന്ധിക്കുന്നതായ ബന്ധങ്ങളാണ് നമുക്ക് വ്യവഹാര ദശയിൽ നമ്മൾ പറയുന്നത് എങ്കിലും ആ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരാംശമായിരിക്കുന്ന ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ലൗകികമായ വിവക്ഷകളൊന്നും ബാധകമാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയും ഈ ജീവാത്മാവിനെ ആ പരമാത്മ ചൈതന്യവുമായിട്ട് ചേർക്കുന്നതിന് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പുണ്യവും പാപവും എല്ലാം ഭഗവാൻ ഏറ്റെടുത്തുകൊള്ളും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യം മാത്രമാണ്. ആ ഭഗവാന് നമ്മുടെ പുണ്യവും വേണ്ട, പാപവും വേണ്ട. നമ്മളുടെ അജ്ഞത മൂലമാണ് നമുക്കെല്ലാം അപ്രകാരം തോന്നുന്നത്. എപ്പോഴാണോ അജ്ഞാനമാകുന്ന ആ ആവരണം നമ്മളിൽ നിന്ന് മാറുന്നത്, അപ്പോൾ ജ്ഞാനം സൂര്യനെ പോലെ പ്രകാശിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയുന്നു, ഒരു 10,000 തേയരൊന്നായി വരുവത് പോലെ വരും വിവേകശക്തി, അറിവിനെ മൂടും അനിത്യമായ യാമി ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ.
10,000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്നാൽ എത്രമാത്രം പ്രഭാപൂർണമാകുമോ ഈ പ്രപഞ്ചം? അതിന് സമാനമാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ ചൈതന്യത്തിൻ്റെ പ്രഭ. അത് ഏതോ ഒരു അജ്ഞാനം വന്ന് മൂടിയിരിക്കുന്നതിനാലാണ് അതിൻ്റെ പ്രഭ കാണപ്പെടാതെ പോകുന്നത്. ആ മൂടുപടം പറിച്ചെറിയാൻ ആർക്ക് സാധിക്കുന്നുവോ അവരെല്ലാം ഈശ്വര തുല്യമായി പ്രകാശിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നാദത്തെ കസ്യചിത് പാപം ന ചൈവാ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.